ഇടയ്ക്കൊക്കെ ഒരു സ്റ്റേക്കേഷൻ നല്ലതാണല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? തേക്കടിയുള്ള പോയട്രി റിസോർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റാഫ്സും വളരെ ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ് ആണ്. ചെക്ക് ഇൻ ചെയ്ത ശേഷം ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് നമ്മളെ സ്റ്റാഫ് റൂമിലേക്ക് അക്കംപനി ചെയ്തു. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ലഗേജസ് ഒക്കെ ബഗ്ഗിയിൽ കയറ്റി റൂമിലേക്ക് എത്തിക്കും. So here's our room for today. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അക്കംപനി ചെയ്യുന്ന സ്റ്റാഫ് ഒരു റൂം ടൂർ പോലെ എല്ലാ സർവീസും പറഞ്ഞു തന്ന് വൈഫൈ പാസ്വേഡൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. The bathroom was very neat and clean. എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കൂലേ? അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടിയാലോ എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ നടക്കുന്ന വഴിയൊക്കെ ഹരിതാപവും പച്ചപ്പുമാണ്. ആൻഡ് ഇറ്റ്സ് എ ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും. അതുപോലെ വെദർ ഇസ് ഓൾസോ വെരി പോസിറ്റീവ്. നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു കാറ്റും മഴക്കോളും ഒക്കെ ആയിട്ട് ഇറ്റ്സ് റിയലി എ ഗുഡ് ഫീലിംഗ്. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മളിതാ നമ്മുടെ ലക്ഷ്യമിട്ട പൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇസ് ദ വെരി ബ്യൂട്ടിഫുൾ ഹിൽ വ്യൂ ഇൻഫിനിറ്റി പൂൾ. പൂളിൽ ഈ ഒരു ടൈമിൽ അധികം ആരും ഇല്ലാത്തത് കൊണ്ട് കുറേ നേരം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് സ്പെൻഡ് ചെയ്തു. സ്വിം മോർ സ്പ്ലാഷ് ലെസ്, എവറി ഡ്രോപ്പ് കൗണ്ട്സ്. നല്ലൊരു കോട്ടാണല്ലേ? അപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്, കാറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? ഒരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോകാൻ നടക്കുകയാണ്. ഇവിടെ നമുക്ക് ആംഫി തിയേറ്റർ എന്നുള്ള ബോർഡ് കാണാം. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫയർ അസംബ്ലി പോയിന്റ് എന്നും കാണാം. ഒന്ന് ഡാർക്ക് ആകുമ്പോഴേക്കും ക്യാമ്പ് ഫയർ ഇട്ട് എല്ലാവർക്കും ഒന്ന് കൂടാനുള്ള സ്പേസ് ആണ്. ക്യാമ്പ് ഫയറിനുള്ള വുഡ് എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തത് കാണാൻ പറ്റും. ഇരിക്കാനുള്ള സ്പേസും ഇവിടെ ഉണ്ട്. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ടീ ആൻഡ് സ്നാക്സ് ഓർഡർ ചെയ്തു. ഒണിയൻ പക്കോടയും ഫ്രഞ്ച് ഫ്രൈസും എവറിത്തിങ് വാസ് ഗുഡ്. ചായയൊക്കെ കുടിച്ച ശേഷം വീണ്ടും നടക്കാനിറങ്ങി. ഇവിടെ ടോപ്പിൽ 360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നിന്നാൽ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡും ഒക്കെ കഴിക്കാനും പറ്റും, ഫോട്ടോ എടുക്കാനും ചുമ്മാ ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ളൊരു അടിപൊളി സ്പേസ് ആണ്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി റൂമിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോഴേക്കും ഇതാ ഡാർക്ക് ആയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റിൽ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഡിന്നറൊക്കെ കഴിച്ച് റൂമിൽ ചെന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഡിന്നർ കഴിക്കുന്ന സമയത്ത് നല്ല വിശപ്പായതുകൊണ്ട് വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, ഓൺലി ഈറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു നല്ല വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള പാക്കേജാണ് എടുത്തത്. അപ്പം നല്ല അടിപൊളി കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം ഇവിടെയുള്ള ജിം ആൻഡ് ഗെയിമിംഗ് ഏരിയയിലേക്ക് വന്നു. കുറച്ച് നേരം ക്യാരംസും ചെസ്സും ലൂഡോയും ഒക്കെ കളിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി പാക്ക് ചെയ്തു, കുളിച്ചു, ഫ്രഷായി റൂം വെക്കേറ്റ് ചെയ്തു. ആൻഡ് ദിസ് വാസ് എ റിയലി ഗുഡ് സ്റ്റേക്കേഷൻ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു സൂൺ.